സുന്ദരമായ കടൽ തീരങ്ങൾ, വെള്ളയിളക്കമുള്ള മണൽ, ഇവയെല്ലാം നമ്മളെ ആകർഷിക്കുന്ന സ്വപ്നദ്വീപ്, അതെ, മാലദ്വീപ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാലദ്വീപിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ഹണ്ടർ മാലദ്വീപ്സ്. മത്സ്യബന്ധനത്തിനും സമുദ്രയാത്രകൾക്കുമായി അറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മനോഹരമായ ദ്വീപുകൾ. ഇന്നത്തെ ആധുനിക ടൂറിസ്റ്റ് കേന്ദ്രമായ മാലദ്വീപ് ചരിത്രത്തിൽ എങ്ങനെയാണ് വളർന്നു വന്നത്? നമുക്കും മാലദ്വീപിൻ്റെ അതിശയകരമായ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം. മാലദ്വീപുകളുടെ ചരിത്രം 4000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഇന്ത്യ, ശ്രീലങ്ക, അറബ് തുടങ്ങി ഈജിപ്തുകാർ വരെ ഈ ദ്വീപുകളിലെത്തി വ്യാപാരം നടത്തി. ബുദ്ധമതമാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ വ്യാപകമായിരുന്ന മതം. ഇതിന്റെ തെളിവായി പുരാതന ബൗദ്ധ ചിഹ്നങ്ങൾ ദ്വീപുകളിൽ കാണപ്പെട്ടതായി പറയപ്പെടുന്നു. ആയിരത്തി 1153 അന്നത്തെ രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി രാജ്യത്ത് മുഴുവൻ മതപരമായും സാമൂഹികപരമായും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതിനുശേഷം രാജാക്കന്മാരെ സുൽത്താൻ എന്ന് വിളിച്ചു തുടങ്ങി. ഇതേ തുടർന്ന് 18ാം നൂറ്റാണ്ട് വരെ വിവിധ സുൽത്താൻമാർ മാലദ്വീപ് ഭരിച്ചു വരികയായിരുന്നു. കഴിഞ്ഞതൊക്കെയും ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു. സുൽത്താൻമാർ സൈനിക ശക്തിയിലും സാമ്പത്തിക ശക്തിയിലും അതിജീവനം ഉറപ്പാക്കി. പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ മാലദ്വീപിലേക്കെത്തി. 1558 പോർച്ചുഗീസുകാർ അധിനിവേശ ശ്രമം തുടങ്ങി. എന്നാൽ 1573 അന്നത്തെ രാജാവ് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധത്തിൽ വിജയിച്ചു. ആയിരത്തി 1887 ബ്രിട്ടീഷുകാരുമായി ഒരു സംരക്ഷണ കരാറിൽ മാലദ്വീപ് പ്രവേശിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യം വിദേശ നയങ്ങൾ നിയന്ത്രിച്ചെങ്കിലും ആഭ്യന്തര കാര്യങ്ങൾ സുൽത്താൻമാരുടെ കയ്യിലായിരുന്നു. ഈ പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റ് പദവിയിലാണ് മാലദ്വീപ് 1965 വരെ തുടരുന്നത്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഒട്ടേറെ നൂതന തത്വങ്ങളും അടിസ്ഥാന വികസനങ്ങളും നടന്നു വന്നിരുന്നു. ആയിരത്തി 1965 മാലദ്വീപ് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. 1968 ഒരു ജനതാഭിപ്രായ പരീക്ഷണത്തിലൂടെ സുൽത്താനേറ്റം അവസാനിപ്പിക്കുകയും രാജ്യത്തെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇബ്രാഹിം നാസിർ അന്നത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 1978 മൗമൂൻ അബ്ദുൽ ഗയൂം അധികാരത്തിൽ വന്നു. 30 വർഷത്തോളം അദ്ദേഹം അധികാരത്തിൽ തുടർന്നു. മാലദ്വീപിൽ ആദ്യ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വന്നു. മുഹമ്മദ് നഷീദ് പ്രസിഡന്റായി ആധുനിക കാലഘട്ടം ആരംഭിച്ചു. ഇന്ന് മാലദ്വീപ് ലോകത്തിലെ മികച്ച ടൂറിസ്റ്റ് ദേശങ്ങളിലൊന്നാണ്. 1200-ലധികം ദ്വീപുകൾ, അതിൽ തന്നെ നിരവധി റിസോർട്ടുകൾ, അണ്ടർ വാട്ടർ ഹോട്ടൽസ്, വൈറ്റ് സാൻഡ് ബീച്ചസ്, സ്കൂബ ഡൈവിംഗ്, ഇവയെല്ലാം കൊണ്ട് തന്നെ മാലദ്വീപ് ടൂറിസം രംഗത്ത് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഇതാണ് സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു ദ്വീപ സമൂഹത്തിൻ്റെ വിസ്മയകരമായ യാത്ര. മാലദ്വീപ് ഒരു ടൂറിസ്റ്റ് രാജ്യം മാത്രമല്ല, സമുദ്രത്തിനും ചരിത്രത്തിനും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദേശത്തിൻ്റെ കഥ കൂടിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.